ഹലോ എവ്രിവൺ. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേ ആട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് വണ്ടിയിലാണ് പോകുന്നത്. അതുകൊണ്ട് എനിക്ക് അധികം ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ അവൻ്റെ വീട്ടിലെത്തിയപ്പോഴാണ് അറിയുന്നത് അവിടെ ഓൾറെഡി ഒരു കേക്ക് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അവനെന്ന്. അങ്ങനെ നമ്മൾ അതൊക്കെ മുറിച്ച് ആ കേക്കൊക്കെ കഴിച്ച് നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ നേരെ സദ്യ കഴിക്കാൻ വേണ്ടി വിളിച്ചു. പ്രണവിൻ്റെ അമ്മ നല്ല അടിപൊളി സദ്യ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ കഴിച്ചിട്ടിരിക്കുകയായിരുന്നു. അതിന് ശേഷം ഉമാരുടെ ഗെയിമിൻ്റെ പുറകെ പോയി. നമ്മളിപ്പോൾ പോസ്റ്റ് അടിച്ചിരുന്നു. അപ്പോൾ നമ്മൾ നേരെ ഇമ്പോസ്റ്റർ കളിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അങ്ങനെ നമ്മൾ ഇമ്പോസ്റ്റർ ഗെയിമൊക്കെ കളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പായസമൊക്കെ കുടിച്ചിട്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് നമ്മൾ നാലുചിറ പാലത്തിൽ പോകാൻ പോകുമായിരുന്നു. പ്രണവിൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയായിരുന്നു പാലം. അങ്ങനെ നമ്മൾ പാലത്തിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. തൊട്ടപ്പുറത്ത് തന്നെ ആയതുകൊണ്ട് നമ്മൾ വണ്ടി ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ പാലത്തിലെത്തി ശേഷം നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ കുറച്ച് കോപ്രായകളിലോട്ട് പോയി. അതിന് ശേഷം നമ്മൾ കുറേ ഫോട്ടോ എടുത്തു. എന്നിട്ട് നമ്മൾ നേരെ തിരിച്ച് പ്രണവിൻ്റെ വീട്ടിലോട്ട് പോയി. എന്നിട്ട് ഞങ്ങൾ വാങ്ങിച്ചിട്ട് വന്ന കേക്ക് പിന്നെ നമ്മൾ കട്ട് ചെയ്യാൻ നിൽക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കട്ട് ചെയ്ത് അത് കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തോട്ടപ്പള്ളി ബീച്ചിലോട്ട് പോകുമായിരുന്നു. അങ്ങനെ നമ്മൾ തോട്ടപ്പള്ളി ബീച്ചിലെത്തി. പിന്നെ ഉമ്മറുടെ ഓരോ കോപ്രായങ്ങളായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബീച്ചിൻ്റെ കുറച്ച് ക്ലിപ്സ് എടുത്ത് പിന്നെ ഒരു ചേട്ടൻ വല വീശാനിരുന്നു. ആ ചേട്ടനെ പോലും ഞാൻ വെറുതെ വിട്ടില്ല. അത് കഴിഞ്ഞ് നമ്മൾ അങ്ങ് അറ്റം വരെ നടക്കുവാണ്. അങ്ങ് അറ്റം വരെ എത്താൻ വേണ്ടിയിട്ട് എനിക്കാണെങ്കിൽ കാലിന് വയ്യാഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ പതുക്കെ ആയിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെ അവരവിടെ എത്തിയ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ അവിടെ എത്തിയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ക്ലിപ്സൊക്കെ എടുത്തിട്ട്, കാരണം അപ്പം തന്നെ 6:30 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോണ വഴിക്കാണ് നമ്മൾ മയിലിനെ കണ്ടത്. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുമായിരുന്നു. ഇടയ്ക്ക് വെച്ച് മഴയൊക്കെ പെയ്തുകൊണ്ട് ഫോൺ ഞാൻ വണ്ടിയിൽ ഡിക്കിയിലിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ വീടെത്തി. ഉമ്മയാണ് നിസ്കരിച്ചിട്ട് ചിക്കുവിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് ഇത്രേ ഉള്ളൂ ഗൈസ്. ബൈ.